ഹലോ ഫ്രണ്ട്സ്, ഗുരുവായൂരിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വഴിക്ക് ഞങ്ങൾ ചാവക്കാട് അക്വേറിയം കാണാൻ വേണ്ടി പോയി. യാത്ര അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും രണ്ട് വശവും പച്ചപ്പ് നിറഞ്ഞ റോഡിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അത്യാവശ്യം ആളുകൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് വൈകിട്ടായതുകൊണ്ട് ചിലപ്പോൾ രാവിലെ ഒരുപാട് പേര് വന്നിരിക്കും. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. ഇനി കാഴ്ചകൾ കാണാം. ഇത് കണ്ടോ, കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും കയറാൻ പറ്റുന്ന ട്രെയിനാണ്. ഈ ഒരു യാത്ര ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രെയിന്, അതുപോലെ തന്നെ കുട്ടികളുടെ കളിസ്ഥലം, 3D എഫക്റ്റ്, അതുപോലെ തന്നെ ബേർഡ്സ് പാർക്ക്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ 2 സ്ഥലങ്ങൾ മാത്രമേ കയറിയുള്ളൂ. കാരണം ഞങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പൂർത്തിയാവാത്ത ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം സമയത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ. ഇതിലെല്ലാം കയറണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരത്തെ എത്തുക. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. പക്ഷേ സൈഡിൽ ഈ ഒരു കുട്ടികൾ കളിക്കുന്ന സൗണ്ടും അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബേർഡ്സ് പാർക്കിലെ സൗണ്ടും, പക്ഷികളുടെ സൗണ്ടും കേട്ടുകൊണ്ടേയിരിക്കാം. അവസാനം ആ ഒരു യാത്രയുടെ ആ ഒരു പാസേജിൻ്റെ അവസാനം മറൈൻ ബേർഡ് നിങ്ങൾക്ക് കാണാം. മറൈൻ വേൾഡ് എന്നുള്ള ഒരു പിക്ചർ കാണാം. അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ടാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മുതിർന്ന ആളുകൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 350 രൂപയും, അതുപോലെ തന്നെ സാധാരണ ഇങ്ങനെ നമ്മൾ പേരൻസിനൊക്കെ 400ഉം, അതുപോലെ 250 ചിൽഡ്രൻസിന് വരുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു എമൗണ്ടിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ കുറച്ചുകൂടി നേരത്തെ പോകണം. കുറേ സമയം നമുക്ക് ചിലവഴിക്കാം. ഓരോന്നും കണ്ട് കൊതി തീരുന്നില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. കാരണം പലതും നമ്മൾ കാണാത്ത കാര്യങ്ങളാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ചിലവഴിക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നേരത്തെ കൂട്ടി ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഓരോ ഭാഗത്തും ആളുകളാണ് കേട്ടോ. നമ്മുടെ ഡയറക്ഷൻ, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവർ തന്നെയാണ്. ഇപ്പോഴും പല പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അക്വേറിയവുമായി ബന്ധപ്പെട്ട ചുമരുകളൊക്കെ ചിത്രപ്പണികളാണ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്ത്രീ നമ്മുടെ കാര്യങ്ങൾ, അവിടുത്തെ ഒരു സെക്യൂരിറ്റി അല്ല, അവിടെ ഓരോ ഭാഗത്തും ഓരോരുത്തരെയും വെച്ചിട്ടുണ്ട്. അധികം ലേഡീസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു തരും എന്താ എവിടെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അതുപോലെ തന്നെ വഴി പറഞ്ഞു തരും മാത്രമല്ല, ഗ്ലാസ് തൊടരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, പക്ഷേ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല അവർ ഇത് ഗ്ലാസ് ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞത്. അവരുടെ സ്ലാങ് കുറച്ചുകൂടി സ്പീഡാണ് തോന്നുന്നു. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കിട്ടിയില്ല. ഞങ്ങൾ കയറിയതിന് തൊട്ട് പിറകെ വരുന്നവരോട് പറഞ്ഞപ്പോഴാണ് എനിക്കിത് ക്ലിയർ ആയത്, ഗ്ലാസ് തൊടരുത്. അതായത് ആളുകൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന തരത്തിൽ പ്രീമിയർ പത്മിനി കണ്ടോ, അതേ കാറൊക്കെ നമുക്ക് അക്വേറിയത്തിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുക, അതിൽ ഫിഷിനെ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ഓട്ടം ഉണ്ട്, അതും അക്വേറിയമാക്കി മാറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സത്യമായിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നതായിരുന്നു കേട്ടോ.
ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചുവരുകൾ മാത്രമല്ല, അതിനുള്ളിൽ അക്വേറിയത്തിനുള്ളിലുള്ള ഓരോ സംഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാഗരിക സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നദീതട സംസ്കാരം, ഹാരപ്പ, അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിലൊക്കെ കാണുന്ന ആ ലിപികളും അതുപോലെ തന്നെ ശില്പങ്ങളും ഒക്കെയാണ് പലതും ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലും പുറത്തു പോയിട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ചുകൂടിയാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആദിമ സംസ്കാരത്തിന് സൂചിപ്പിക്കുന്ന, അതുപോലെ കല്ലുരുട്ടി തമ്മിലുരസി തീ ഉണ്ടാക്കിയിരുന്ന കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന, വേട്ടയാടുന്നവരുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അങ്ങനെ പല കാര്യങ്ങളാണ് അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു അക്വേറിയത്തിൻ്റെ ഉൾവശമല്ല, ആ ഒരു സംഭവത്തിൻ്റെ നമ്മൾ കയറി ചെല്ലുന്നത് മുതൽ കാണാവുന്ന ചുവരുകളടക്കം കാണാവുന്ന കാര്യങ്ങളാണ്, പഠിക്കാനുള്ളതാണ് പലതും. ഇതിനകത്ത് കയറി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ്. അതായത് നമുക്ക് ഒരു കാട്ടിനുള്ളിൽ ചെന്ന തോന്നൽ, അതുപോലെ തന്നെ ഒരു നദിക്കുള്ളിൽ അല്ലെങ്കിൽ കാട്ടരുവികൾ ഒഴുകി വരുന്ന ശബ്ദം ആസ്വദിച്ചുകൊണ്ട് കുറച്ച് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരിടത്ത് സമുദ്രത്തിനുള്ളിൽ എത്തിച്ചേർന്ന പോലെയുള്ള ഒരവസ്ഥ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ മത്സ്യങ്ങളും നമ്മൾ ചിത്രങ്ങളിൽ പോലും കാണാത്തവയാണ്. ഈ ഓരോ മത്സ്യങ്ങളുള്ള ഓരോ അക്വേറിയത്തിൻ്റെ പുറത്തും അവയുടെ പേരെന്താണെന്നും, അതായത് ശാസ്ത്രീയ നാമം എന്താണെന്നും, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേരെന്താണെന്നും, അവർ ഏത് ആഫ്രിക്ക അങ്ങനെയുണ്ട്, അപ്പോൾ അത് ഏത് വംശത്തിൽ നിന്നാണ് വന്നതെന്നും, അവരുടെ ജീവിതകാലം എത്രയാണെന്നും, അവരെത്രത്തോളം നീളം ഉണ്ടായിരിക്കും എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെറിയ മത്സ്യം മുതൽ അതായത് 1 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്ററിലധികം വലുപ്പമുള്ള മത്സ്യങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓരോ മത്സ്യങ്ങളും ഓരോ അനുഭവങ്ങളാണ്. പല നിറത്തിലാണ്, വെളുപ്പ്, കറുപ്പ്, അങ്ങനെ വേണ്ട പല നിറങ്ങളിൽ, ഫുൾ വരയായിട്ടുള്ളത്, സാരി ഉടുത്ത പോലെയുള്ളവ, ചുവന്ന, നമ്മളിവിടെയൊക്കെ കാണുന്ന അക്വേറിയത്തിൽ കാണുന്ന ആ പല നിറത്തിലുള്ളത്. അതുമാത്രമല്ല, ഏറെ അത്ഭുതം ഉണ്ടാക്കിയ ഒന്നെന്ന് പറയുന്നത് ഒരു ചെങ്കല്ല് വെട്ടിവെച്ച പോലുള്ള ഒരു മത്സ്യത്തെ കണ്ടു. അത് ഈ ഒരു അക്വേറിയത്തിൽ എന്തിനാണ് ഈ കല്ലിട്ടിരിക്കുന്നതെന്ന് വിചാരിച്ചാണ് നമ്മൾ നോക്കുന്നത്. കുറച്ചധികം നേരം നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വയറിൻ്റെ ആ ഭാഗം വരില്ലേ, അതായത് പകുതിയിൽ അടുത്തെത്തുന്ന സമയത്ത് ഒരു കണ്ണ് തുറക്കുന്നത് കണ്ടു. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതൊരു മത്സ്യമാണ് എന്നുള്ളത്. കാരണം അത് പറ്റിയാണ് കിടക്കുന്നതും. യഥാർത്ഥത്തിൽ ഒരു കല്ല് എന്താണോ അത് തന്നെ. അതുമാത്രമല്ല, ഈ ഓരോ അക്വേറിയത്തിലും ഇട്ടിരിക്കുന്ന ഈ ഒരു കല്ല് ക്രിസ്റ്റൽ പോലെയുള്ള പല നിറത്തിലുള്ള, യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെയാണ് ആ ഒരു മത്സ്യങ്ങളോടൊപ്പം ആ ഒരു അക്വേറിയത്തിനെ ഭംഗി കൂട്ടുന്നത് എന്ന് തന്നെ പറയാം. കുറച്ച് നടന്ന് എത്തിയാൽ നമുക്കൊരു സ്പായുടെ ഒരു അന്തരീക്ഷമുണ്ട്. അതായത് അവിടെ എത്തിയപ്പം ഇതുപോലെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലേഡി ഉണ്ട്. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പാ ചെയ്യാം. എന്താണ്, ഫിഷാണ് അവിടുത്തെ ആൾ, നമ്മുടെ കാലിറക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു അരുവി പോലെ ഒരു ഇടമാണ്, അവിടെ ചെറിയ മീനുകളുണ്ട്. നമ്മൾ കാലിറക്കി നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ
ഫോട്ടോ എടുക്കാം. എന്നിട്ട് ആ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആ ഫോട്ടോ എത്രത്തോളം ഭംഗിയുണ്ട്, അത് ഫ്രീ ആണ്. അപ്പം ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാം, അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത് എന്ന് മാത്രം. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കോപ്പി എടുക്കണ്ട. അങ്ങനെ ഒരു സൗകര്യം കൂടി അവർ പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു കുഴൽ രൂപത്തിലുള്ള അക്വേറിയമാണ്. അതിനുള്ളിലേക്ക് നമുക്ക് കയറി ചെന്ന് നിന്നാൽ നമ്മുടെ തല അത് അക്വേറിയത്തിനുള്ളിൽ ഉള്ളതുപോലെ തോന്നും. പുറമേ നിന്ന് നോക്കുമ്പോൾ അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുകയാണെന്നേ തോന്നും. കിച്ചു അതിനുള്ളിൽ കയറി നിൽക്കുന്നതാണ് കാണുന്നത്. ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാടിൻ്റെ അനുഭവമെന്ന്. ആ ഒരു ഫീലാണ് നമുക്ക് ഇനി പോകുന്ന ഈ ഒരു കാഴ്ചകളിലൂടെ കിട്ടുന്നത് കേട്ടോ. ചുവരിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു ഷെല്ലാണ് കണ്ടോ. അതിനുശേഷം ഉള്ളിലോട്ട് പോകുന്തോറും ഒരു കാടിൻ്റെ അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മീനിനെ കണ്ടോ, ഇതിൻ്റെ മുഖം ഭയങ്കര സാഡായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് കളിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും അത് പല തവണയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഫേസ് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണെങ്കിലും ആൾ ഒഴുകി അങ്ങ് അതിൻ്റെ ചിറകുകൾ നിവർത്തി അത് ഒഴുകിപ്പോകുമ്പോൾ ഒരു സാരി നമ്മളിങ്ങനെ കാറ്റിലൊക്കെ പറന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ അത്രയും ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണൂ, അതായത് മുകളിലേക്കൊക്കെ ഒന്ന് നോക്കണം, അപ്പോഴേ കാണുള്ളൂ. വലിയൊരു പ്രോണിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് അക്വേറിയം, ചുറ്റും അക്വേറിയം ഉണ്ട്. മുകളിലായിട്ട് ഈ ഒരു പ്രോണിനെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. പ്രകൃതിയിലെ സൂര്യകിരണങ്ങൾ വെള്ളത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷൈനിങ്, അത് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കാഴ്ചയിൽ ഉണ്ടാകുന്നത്, അതേ ഒരു ഫീലിങ്ങിലാണ് അവർ ഈ ലൈറ്റ് സെറ്റൊക്കെ ചെയ്തിരിക്കുന്നത്, അക്വേറിയത്തിനുള്ളിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ അക്വേറിയം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് ഇറങ്ങിയ ഒരു ബ്രദറിനെയും കണ്ടു. ആ ഒരു കാഴ്ച എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ, എന്തുകൊണ്ടോ ഞങ്ങൾക്കത് ലഭിച്ചു. നല്ലൊരു തീ ഉണ്ടാക്കുക. ഇത് നേരത്തെ പറഞ്ഞ ഒരു അനുഭവമാണ്. വെള്ളത്തിനടിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ മുകളിലൂടെ ഈ മീനുകളൊക്കെ ഒഴുകി പോകുന്ന ആ ഒരു രംഗമാണ്. കണ്ടോ, നമ്മൾ അതിന് താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വലിയ മീനുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു അനുഭവം പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എല്ലാവരും പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഈ ഒരു കാഴ്ച. പിന്നെ ഞങ്ങൾ അവസാനം എത്തിയതെന്ന് പറയുന്നത് മീനിന് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണ്. അവിടെ നമ്മൾ മീനിന് നേരെ ചെന്ന് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പോരാ, കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി കുറച്ച് അതിൻ്റെ ഫുഡ് തരും. അത് നമ്മൾ കൈ വെച്ച് കൊടുക്കാം അവർക്ക്. പലരും എറിഞ്ഞു കൊടുക്കുകയൊക്കെയാണ്. എന്നോട് അവർ പറഞ്ഞു ഇറക്കി വെച്ചോളൂ എന്ന് തന്നെ പറഞ്ഞു. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ താഴോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കൈ വെച്ചു. മീനുകൾ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ തട്ടുമ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ രസകരം തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഈ കൈ അതിൽ നിന്ന് എടുക്കാൻ നമുക്ക് തോന്നില്ല, കുറച്ച് നേരം കൂടി വയ്ക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ സമയമില്ല, എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുകയും വേണം. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നീട് നമുക്ക് ചെല്ലാവുന്നത് അതുപോലെ തന്നെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതൊക്കെ വാങ്ങുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷമുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക്. അവിടെയും ഞങ്ങൾ കയറിയില്ല ഞങ്ങളുടെ സമയത്തിൻ്റെ പരിധി മൂലം. പിന്നെ ഞങ്ങൾ കയറിയത് ഒരു റൈഡാണ്. അത് ഹസ് റൈഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഓഫ് റോഡിങ് യാത്ര എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ തന്നെയാണ്. കുറച്ച് സാഹസികമായ ഒരു യാത്രയെന്ന് പറയാം. അങ്ങനെ റൈഡിന് ശേഷം ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. റൈഡ്സിന് നമ്മൾ വേറെ ക്യാഷ് കൊടുക്കണം കേട്ടോ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ യാത്രയുടെ ഒരു സമയപരിധിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളിൽ വീണ്ടും കയറാനും കാണാനും ഒക്കെ ഉണ്ട്. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് വെറുതെ ആവില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്, ഈ അക്വേറിയം എന്ന് പറയുന്നത്. ഞങ്ങൾ വിചാരിച്ചതിലും പലയിടത്തും കയറി ചെന്ന് ഒന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെടാറുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല ഒരു അനുഭവമാണിത്. പരമാവധി ചാവക്കാട് വഴി പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറുകയും ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.